ഹായ് ഗെയ്സ്, അപ്പം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കോഴിമാമ്പറമ്പ് പൂരത്തിൻ്റെ വിശേഷമായിട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം എന്നും വീഡിയോസൊന്നും ഇടാറില്ല. ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നല്ല കമൻസും എഴുതണം. പിന്നെ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ്. കച്ചവടക്കാരെ കൊണ്ടും ഡാൻസ് പ്രോഗ്രാംസ് കൊണ്ടും ആൾക്കാരെ കൊണ്ടൊക്കെ നമ്മുടെ അമ്പലം നിറഞ്ഞിരിക്കുകയാണ്. പൂരത്തിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ പോയി തൊഴുതത്. എല്ലാ കൊല്ലം അങ്ങനെയാണ്. പിന്നെ ആനച്ചമ്മയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ആനച്ചമ്മയൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെ ആദ്യം പോയി ഞങ്ങൾ തൊഴുതതിന് ശേഷമാണ് ആനച്ചമ്മയം കാണാൻ വന്നത്. കുടകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള രൂപങ്ങളിലാണ് കുടകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ കേരള കലാമണ്ഡലം കഴിഞ്ഞിട്ടാണ് കോഴിമാമ്പറമ്പ് അമ്പലം വരുന്നത്. പിന്നെ കുട്ടികളെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാനും മോൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അവന് ഓരോ സൈസ് തരത്തിലുള്ള കുടകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഡബ് ചെയ്യുമ്പോൾ ചെറിയതിൻ്റെ സൗണ്ട് കേൾക്കാം, അവൻ്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂരപ്പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു. ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാർ. ഈ കയ്യിൽ മെഹന്തി ഒട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കപ്പൊക്കെ 4 എണ്ണത്തിന് 100 രൂപയാണ്. നല്ല നല്ല കപ്പുകളായിരുന്നു. പുതിയ വീട് വയ്ക്കാനുള്ള തിരക്കിലാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ മേടിച്ച് പൊട്ടിക്കണ്ടെന്ന് കരുതി. ആ സമയമാകുമ്പോൾ മേടിച്ചാൽ മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഞങ്ങൾ കുറച്ച് കളിപ്പാട്ടൊക്കെ മേടിച്ചു. അധികമൊന്നും മേടിച്ചില്ല, അധികം വാശി പിടിക്കുകയൊന്നും ചെയ്തില്ല. അത് കാരണം ഒരു ലോറിയും ഒരാൾക്ക് കാറും മേടിച്ചു കൊടുത്തു. അത് ഞങ്ങൾ പിന്നെ പോയി ഐറ്റംസ് മേടിക്കാൻ പോയി. ഞങ്ങൾ പാഞ്ഞാളുള്ള ചേട്ടന്മാരാണ്. അവരുടെ അടുത്ത് പോയി പെർമിഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം അവർ ഓരോ മുറുക്ക്, ഹൽവ, പൊരി എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്തത് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ചത്. നമുക്കറിയാവുന്ന ചേട്ടന്മാരാണ്, നമ്മുടെ പാഞ്ഞാളുള്ളവർ തന്നെയാണ്. എല്ലാ തവണയും നമ്മൾ ഇവരുടെ കയ്യിൽ നിന്നാണ് മേടിക്കാറുള്ളതും. കുറച്ച് നേരം അവരോട് നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നു. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞ് കോഴിമാമ്പറമ്പ് പൂരത്തിന് ഒരുപാട് ദേശങ്ങളിലെ പൂരമുണ്ട്. അപ്പോൾ അതിലൊരു സെറ്റിൻ്റെ പന്തൽ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഉണ്ട്. ഷാലിമാർ ഹോട്ടൽ, പിന്നെ അതുപോലെ ഭാരതപ്പുഴ അടുത്തൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അവരുടെ ആനച്ചമയം കണ്ടു. ഇപ്രാവശ്യം ചൂട് കൂടുതലായതുകൊണ്ട് ആനകളൊന്നും അധികം ഇല്ല. 3 ആന 2 ആന അങ്ങനെയൊക്കെ കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത്. കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. നമ്മൾ പൂരത്തിന് പോവില്ല എന്തായാലും. കോഴിമാമ്പറമ്പേക്ക് പൂരത്തിന് പോവില്ല, നല്ല തിരക്കാണ്. കുട്ടികളെ കൊണ്ട് പോലും ശരിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പന്തൽ കാണാൻ പോയി. പന്തലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ അതിൽ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കണ്ടിട്ട് പാഞ്ഞാൾക്ക് തിരിച്ചു പോന്നു. അപ്പം നമ്മളിവിടെ കാളവേല പോകുന്നുണ്ട്. പാഞ്ഞാൾ കാട്ടിൽക്കാവ് വിഭാഗത്തിൻ്റെ അവിടെ നിന്ന് കാളവേല പോകുന്നത്. എല്ലാ കൊല്ലം ഇങ്ങനത്തെ കാളകൾ കൊണ്ടുവന്നിട്ട് ഓരോ വെറൈറ്റീസ് അവർ ഇറക്കാറുണ്ട്. ഇത്തവണ രാത്രി തമ്പോല ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഫുഡ് വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ
പിന്നെ വെളിച്ചാകുമ്പോൾ 5:30 ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പൂതനും തിറയും വന്നു. അവർ വരുമ്പോൾ നമ്മൾ വിളക്ക് വെച്ച് നാളികേരയും ഇടങ്ങായി നെല്ലും ഒരു മുറത്തിലാക്കി വെച്ചിട്ട് കൊടുക്കും. അവരതെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് മേനിക്കും എറിയും. അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ്. എല്ലാ കൊല്ലവും ഇങ്ങനെ പൂതനും തിറയും കെട്ടി വരും. ഇതൊരു ചടങ്ങാണ്. അങ്ങനെ ഒരുപാട് സെറ്റ് ഉണ്ടാവാറുണ്ട്. ഓരോരുത്തർ ഓരോ വഴിക്ക് പോവും. പിന്നെ കാലിക്ക് പൂക്കാരൻ വന്നിട്ട് അയ്യപ്പൻ കാര്യം ഞാനും പിള്ളേരും കൂടെ പോയത്. അപ്പം ഞങ്ങൾ ആനയെ കാണാൻ പോയി. ആനയെ കാണാൻ പോയപ്പോൾ തന്നെ പിള്ളേർ അവിടെ ഇപ്പോൾ ഈ സമയത്തൊന്നും അവിടെ അധികം ആൾക്കാരുണ്ടാകത്തില്ല. കാരണം 2 മണിക്കാണ് പൂരം തുടങ്ങുന്നത്. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്രം വരെ വരുന്നുണ്ട്. ഇത് കോഴമാമർമ്പ് വരയ്ക്ക് ഇവിടെ നിന്നൊരു ദേശം പോകണു എന്ന് മാത്രമാണ് ചടങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് എന്താ സുണ്ടു കണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പശുവിനെ കാണണോ? പിന്നെ ചെറിയ എൻ്റെ പിള്ളേരുള്ളതുകൊണ്ട് അവർക്ക് ഐസ്ക്രീം കപ്പ് പൊടിച്ചായിട്ട് ലേശം നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ. പിന്നെ ശ്രീകുട്ടനാണ് ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അവനോട് അലമാരയിലൊക്കെ തല്ലുണ്ട്. പിന്നെ ശ്രീകുട്ടൻ ചെറിയ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് നമ്മളെ ഇതാക്കുന്നുണ്ട്.